നമസ്കാരം. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഗ്രഹങ്ങളുടെ രാശിചക്ര മാറ്റങ്ങളും അവയുടെ സംയോജനങ്ങളും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ജൂൺ മാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത്തരത്തിൽ വളരെ ഫലപ്രദമായ ഒരു സംയോജനം സംഭവിക്കാൻ പോവുകയാണ്. ബുദ്ധിയുടെയും ബിസിനസിന്റെയും പ്രതീകമായ ബുധനും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ദാതാവായ ശുക്രനും മിഥുനം രാശിയിൽ സംക്രമിക്കുകയാണ്. ബുധനും ശുക്രനും ഒരേ രാശിയിൽ ചേരുമ്പോൾ ലക്ഷ്മി നാരായണ രാജയോഗം സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഏറ്റവും വിശേഷപ്പെട്ടതായ യോഗമായി ജ്യോതിഷത്തിൽ കണക്കാക്കുന്ന ഒന്നുകൂടിയാണ് ലക്ഷ്മി നാരായണ രാജയോഗം. പല വിധത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു യോഗം. ഈ സമയം സമ്പത്ത്, സമൃദ്ധി, തൊഴിൽപരമായ കാര്യങ്ങൾ, സ്വീകാര്യത, ബഹുമാനം നേടിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം സംഭവിക്കാം. ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സഹായകരമായ ഒരു സമയം കൂടിയാണ്. ഏതെല്ലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് ഇത് ഗുണകരമായി തീരുക എന്ന് മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫല പ്രകാരമാണ്. ഓം നമോ നാരായണായ എന്ന് കമന്റായി രേഖപ്പെടുത്തി ഏവരും വന്ദിക്കൂ. മിഥുനം രാശി. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമായ ഒരു സമയം തന്നെയാണ്. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം, തിരുവാതിര, പുണർദം എന്നീ നാളുകാർ. ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്വന്തം രാശിയിൽ ഈ രാജയോഗം രൂപപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലും മാറ്റങ്ങൾക്ക് സാധ്യത വന്നു ചേരും, മാറ്റങ്ങൾക്ക് കാരണമായി തീരും. ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ പല മാറ്റങ്ങളും കടന്നു വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതാണ്. കരിയർ, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരാം. തൊഴിൽപരമായ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. ഉത്തരവാദിത്തങ്ങൾ, സ്ഥാനക്കയറ്റം പോലുള്ള കാര്യങ്ങൾ ലഭിക്കാവുന്ന സമയമാണ്. പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയം കൂടിയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. ധനപരമായ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ധനപരമായ കൂടുതൽ വരുമാന സ്രോതസ്സുകൾ വന്ന് ചേരുന്ന ഒരു സമയം കൂടിയാണ്. പണം തിരികെ ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ സിദ്ധിക്കാം. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കാം. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക, ചില സഹായങ്ങൾ അപ്രതീക്ഷിതമായി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. നിങ്ങളുടെ സ്വഭാവത്തിലും പല വിധത്തിലും മാറ്റങ്ങൾ വന്നു തുടങ്ങും. വ്യക്തിത്വം കൂടുതൽ ആകർഷണീയതായി തീരും എന്നുള്ളതാണ്. ആകർഷണീയത വർദ്ധിക്കുന്ന സമയമാണ്. നിങ്ങളുടെ സംഭാഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകാം. പല വ്യക്തികളെയും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ആകർഷിക്കുവാനുള്ള ഒരു അവസരം വന്ന് ചേരാവുന്ന ഒരു സമയം കൂടിയാണ്. പലർക്കും നിങ്ങളോടൊരു ആകർഷണം തോന്നുന്ന സാഹചര്യങ്ങളും രൂപപ്പെടാം. അത്തരത്തിൽ കാര്യങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത്. അപ്രതീക്ഷിത നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. ശരിയായ രീതിയിൽ ഈ സമയം ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കേണ്ടതാണ്. എന്നാൽ ഈ സമയം ചില വ്യക്തികളിൽ നിന്നും ചതിയോ മാനസിക വിഷമതകളോ നേരിടാം. അത്തരം കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധാപൂർവം വീക്ഷിച്ച് ഒഴിവാക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. പൊതുവിൽ അനുകൂലമായ സമയം തന്നെയാകുന്നു. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം എന്നീ നാളുകാർ. ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സംക്രമണം ഏറ്റവും അനുകൂലമായി ഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്.
കാരണം ഈ രാശിക്കാരുടെ 11ാം ഭാവത്തിലാണ് ഈ ഒരു സംക്രമണം സംഭവിക്കുക. അതായത് വരുമാനവുമായി ബന്ധപ്പെട്ട ഭാവം. കൃത്യമായി പറയുകയാണ് എങ്കിൽ ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഭാവത്തിൽ ഇത് സംഭവിക്കാൻ പോകുന്നു എന്നത് കൂടുതൽ ഗുണകരമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായി തീരും. പല വിധത്തിലായിരിക്കും നേട്ടങ്ങൾ വന്നു ചേരുക. ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി കൂടുതൽ അനുകൂലമാകാം. ധനപരമായ നേട്ടങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നതായ സാഹചര്യം. കൂടാതെ ഈ സമയം നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. ലഭിക്കേണ്ടതായ തുക ലഭിക്കാം. കൈവായ്പ മടക്കി കിട്ടുന്നതാകാം. അപ്രതീക്ഷിതമായ ഒരു സഹായമാകാം. പ്രധാനപ്പെട്ടതായ ഒരു സമയത്ത് ചില കാര്യങ്ങൾ നടന്ന് പോകുന്നതുമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ശുഭവാർത്തകൾ കേൾക്കാം. കരിയറുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ജോലി വിലമതിക്കപ്പെടുന്നതായ സാഹചര്യം വന്നു ചേരാം. ഉദ്യോഗസ്ഥരിൽ നിന്നും നിങ്ങൾക്ക് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരിൽ നിന്നാണ് എങ്കിലും പൂർണ്ണ പിന്തുണ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കും. സഹോദരങ്ങളിൽ നിന്നോ വേണ്ടപ്പെട്ടവരിൽ നിന്നോ നിങ്ങൾക്ക് പിന്തുണ ആർജിച്ചെടുക്കുവാൻ സാധിക്കും. പ്രശസ്തി സ്വീകാര്യത വർദ്ധിക്കുന്നതായ സാഹചര്യം വന്നു ചേരാം. അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ ഗുണാനുഭവങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. ചില വ്യക്തികൾ മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനോ നിങ്ങളുടെ ചില പ്രശ്നങ്ങൾ തരണം ചെയ്യുവാനോ സാധിച്ചു എന്ന് വരാം. ഈ സമയം അപ്രതീക്ഷിതമായി ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതായ സമയം. എന്നാൽ ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ അലസത മൂലമോ പിന്നീട് ചെയ്യാം എന്നൊരു മനോഭാവത്താലോ ആലസ്യം ബാധിക്കുന്നതിനാലോ നിങ്ങൾക്ക് നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ഊർജ്ജസ്വലതയോടെ തന്നെ പ്രവർത്തിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് നീങ്ങണം. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്തരം, അത്തം, ചിത്തിര എന്നീ നാളുകാർ. ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു സാഹചര്യം. നിങ്ങളുടെ രാശിയുടെ അധിപൻ ബുധനാണ്. അതിനാൽ ഈ രാജയോഗവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പ്രത്യേകമായ ഗുണാനുഭവങ്ങൾ, നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാണ്. പല വിധത്തിലും നേട്ടങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാം. ഈ സമയം അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങളുടെ 10ാം ഭാവത്തിൽ, അതായത് കർമ്മവുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് ഈ സംയോജനം രൂപം കൊള്ളാനായി പോകുന്നത്. അത് പല വിധത്തിലുള്ള മാറ്റങ്ങൾക്കും കാരണമായി തീരാം. തൊഴിൽപരമായ പുരോഗതി, തൊഴിൽപരമായ നേട്ടങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ജോലി സംബന്ധമായ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കാര്യങ്ങൾ അനുകൂലമായി തീരാം. പല രീതിയിലും നിങ്ങൾക്ക് ചിന്തകൾ കടന്നു പോകുന്ന സമയമാണ്. പുതിയ അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കഠിനാധ്വാനത്തോടെ ഫലങ്ങൾ ലഭിക്കുന്നതായ സാഹചര്യം. അർഹമായ പ്രതിഫലം അല്ലെങ്കിൽ ധനം കൈകളിലേക്ക് കടന്നു വരാം. അല്ലെങ്കിൽ ഒരു സഹായം ലഭിക്കുന്നതാകാം. അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ധനം ചിലരിൽ നിന്നും ലഭിക്കുന്നതോ ലോൺ, ചിട്ടി പോലുള്ള കാര്യങ്ങൾ അനുകൂലമാകുന്നതോ ആകാം. ബിസിനസ് സംബന്ധമായും ചില അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും എങ്കിലും ടെൻഷനുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അത് തരണം ചെയ്ത് കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ലാഭം വർദ്ധിക്കുവാൻ സാധ്യതയുള്ള സമയം തന്നെയാണ്. ബഹുമാനം, സ്വീകാര്യത പോലുള്ള കാര്യങ്ങൾ ലഭിക്കാവുന്ന സമയം. കൂടാതെ കഴിവുകൾ വിലമതിക്കപ്പെടുന്നതായ സാഹചര്യം, നിങ്ങളുടെ സ്ഥാനം ഉയരുന്നതായ സാഹചര്യം രൂപപ്പെടാം.
അപ്രതീക്ഷിത നേട്ടങ്ങളിലേക്കും ഗുണാനുഭവങ്ങളിലേക്കും നയിക്കുന്നതായ സാഹചര്യം രൂപപ്പെടും എന്നുള്ളതാണ്. ഈ സമയം ഏതൊരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടും നിങ്ങൾ ശ്രദ്ധാപൂർവം ആ കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി ചെയ്യുകയാണ് എങ്കിൽ വിജയിക്കുവാനുള്ള സാധ്യത വർദ്ധിക്കുന്ന സമയമാണ്. ചില വ്യക്തികളെ കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള വഴി നിങ്ങൾക്ക് മുൻപിൽ തെളിയുകയോ ചില വ്യക്തികൾ മൂലം നിങ്ങൾക്ക് ലഭിക്കുകയോ ചെയ്യാം. ഇത്തരത്തിൽ കാര്യങ്ങളെ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. ശ്രദ്ധയോടെ തന്നെ ഈ സമയം മുന്നോട്ട് നീങ്ങുക. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം, ചതയം, പുരുരുട്ടാതി എന്നീ നാളുകാർ. ഈ രാശിയിൽ വരുന്ന അഥവാ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രാജയോഗം നിങ്ങളുടെ 5ാം ഭാവത്തിലാണ് രൂപം കൊള്ളാനായി പോകുന്നത്. ഈ 5ാം ഭാവം എന്ന് പറയുന്നത് വിദ്യയുമായി ബന്ധപ്പെട്ട് അഥവാ വിദ്യാഭ്യാസം, സ്നേഹം, കുട്ടികൾ എന്നിവയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്നതാണ്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായി തീരാം. ഈ സമയം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങളോ ഗുണാനുഭവങ്ങളോ സന്തോഷിക്കുവാനുള്ള അവസരങ്ങളോ വന്നു ചേരാം. ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കുക, പൂർവിക സ്വത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് ധനപരമായ നേട്ടങ്ങൾ, ധനപരമായ സഹായങ്ങൾ ലഭിക്കാനുള്ള ധനം ലഭിക്കുക, ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ ചില ധന നേട്ടങ്ങൾ വന്നു ചേരാം. എന്നാൽ ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ടെൻഷൻ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. വിദ്യയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു ശുഭകരമായ ഒരു സമയമായി തന്നെ പറയാം. പല രീതിയിലും വിജയങ്ങൾ കരസ്ഥമാക്കുക, മത്സര പരീക്ഷകളിൽ വിജയങ്ങൾ നേടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അത്തരത്തിൽ വിദ്യയിൽ നേട്ടങ്ങൾ അതായത് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിദ്യയിൽ വിജയങ്ങൾ ഉയർച്ച സാധ്യമാകും. പ്രണയ ജീവിതം അല്ലെങ്കിൽ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ബന്ധം കൂടുതൽ ദൃഢമാണ് എങ്കിലും ചില തർക്കങ്ങൾ ഉടലെടുക്കാം. എന്നാൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഏതൊരു പ്രശ്നമാണ് എങ്കിലും അത് വളരുവാൻ സമ്മതിക്കാതിരിക്കണം. അതായത് തീർച്ചയായും അത്തരം പ്രശ്നങ്ങൾ തുടക്കത്തിലെ പരിഹരിച്ച് മുന്നോട്ട് പോകണം. സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിച്ചു തന്നെ മുന്നോട്ട് പോകണം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഇത്തരത്തിൽ അനുകൂല സാഹചര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുക. എന്നാൽ ശ്രദ്ധാപൂർവം തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. കാരണം ഈ സമയം ആലസ്യം ബാധിക്കുന്നതോ പിന്നീട് ചെയ്യാം എന്നൊരു മനോഭാവം നിങ്ങൾക്ക് അശുഭകരമായി തീരാം. പല വിധത്തിലും അത് നിങ്ങൾക്ക് വിഷമതകൾ സൃഷ്ടിച്ചു എന്ന് വരാം. അതിനാൽ തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്.